നമസ്കാരം, വിനിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇഡ്ഡലി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇഡ്ഡലിക്ക് പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു പച്ചമുളക് ചമ്മന്തിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. പച്ചമുളക് പലതരം ചമ്മന്തികളുണ്ട്, സമ്മതിച്ചു. പക്ഷേ ഇതൊരു പാലക്കാടൻ സ്റ്റൈലിലുള്ള ഒരു പച്ചമുളക് ചമ്മന്തി ഉണ്ടാക്കി നോക്കുക, ഇഷ്ടാവും ഉറപ്പാണ്. ചൂട് ഇഡ്ഡലി, ഈ ഒരു പച്ചമുളക് ചമ്മന്തിയും പിന്നെ ഒരു കട്ടൻ കാപ്പിയും മതി. കാര്യം രാവിലെ എല്ലാം അങ്ങോട്ട് കഴിഞ്ഞിരിക്കണം. വേണ്ട കാര്യങ്ങൾ പച്ചമുളകാണ്. എരിവിന് വേറെ ഒന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കുക. നമ്മുടെ എടുത്തിട്ടുണ്ട് ഒരു തക്കാളി, 2 സവോള മീഡിയം സൈസ്, ഒരു വെളുത്തുള്ളി. ഓക്കെ, പിന്നെ ഇത് വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കുറച്ച് തേങ്ങയിടും. ഇനി എൻ്റെ ഇഡ്ഡലി കുക്കർ ഷൂ ഷൂ എന്ന് പറയേണ്ടത് കാര്യമാക്കല്ലേ. വെളിച്ചെണ്ണ, അതിലേക്ക് ഇതെല്ലാം കൂടി ഇടണം. ഒന്നും അങ്ങോട്ട് ബാക്കി വെക്കാനൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. നമ്മൾ ഇതെല്ലാം വഴറ്റിയാണ് ഒന്ന് വാടണം കേട്ടോളൂ. ഒന്ന് വാടിയാലേ ആ ടേസ്റ്റ് വരുള്ളൂ. ഇതൊന്നാവട്ടെ, ലേശം ഒന്ന് ഉപ്പിട്ട് കൊടുക്കുക, ഇതൊന്ന് വാടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് തേങ്ങ ഇടാം. അപ്പോൾ ഏകദേശം നമ്മുടെ ഉപ്പൊക്കെ ഇട്ടിട്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒരു വെളുത്തുള്ളിയും നന്നായിട്ട് ആവുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ യൂട്യൂബ് ചാനലിൽ പോവുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒരു ടെൻഷനും ഇല്ലാണ്ട് എല്ലാ വീഡിയോസും വരിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. പാലക്കാടൻ രീതിയിലുള്ള പല വിഭവങ്ങളും, നിങ്ങൾ കേൾക്കാത്തതും കാണാത്തതുമായ പക്ഷേ എന്നും ഓർമ്മയിൽ നിൽക്കുന്ന പല വീഡിയോസും, പല കുക്കിംഗ് വീഡിയോസും, പല വിഭവങ്ങളുമാണ് ഞാൻ അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള റെസിപ്പി, സിമ്പിളായിട്ടുള്ള റെസിപ്പി, നമ്മളെ കൊണ്ട് എന്തായാലും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന റെസിപ്പീസ് എൻ്റെ യൂട്യൂബിൽ കാണാം. അപ്പോൾ ഈ വഴറ്റിക്കഴിഞ്ഞതിലേക്ക് ഞാൻ 1/2 കപ്പ് തേങ്ങ ഇട്ടു. ഈ തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. നല്ല രുചിയാട്ടോ. ആ ചൂട് ഇഡ്ഡലി, കട്ടൻ കാപ്പി, ഓഹോ. ഇനി ഇത് നന്നായിട്ട് കിടന്ന് ഡ്രൈ ആവട്ടെ കേട്ടോ. അപ്പോൾ കണ്ടോ, അത് നന്നായിട്ട് ഡ്രൈ ആയി ഒരു ഇളം ബ്രൗൺ കളർ, എല്ലാത്തിലും ഒരു ലൈറ്റ് ടച്ച് ഓഫ് ലൈറ്റ് ബ്രൗൺ കളർ വരുന്ന സമയത്ത് നമ്മളിതിനെ ഓഫ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതങ്ങോട്ട് ഓഫാക്കി വെക്കുക. ഇനി ഇതങ്ങോട്ട് ആറട്ടെ. ആറിക്കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരയ്ക്കുക കേട്ടോ. അപ്പോൾ മിക്സിയിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. കാണാൻ നമ്മുടെ വെള്ള ചട്നി പോലെ തോന്നുമെങ്കിലും അതിൻ്റെ ടേസ്റ്റ് വളരെ വ്യത്യാസമാണ്. ലേശം ഉപ്പ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ലേശം കൂടി ആവാം. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ കടുക്, കറിവേപ്പില, എന്താ പറയുക, നമ്മുടെ കടലപ്പരിപ്പ്, ഇതും കൂടി അങ്ങോട്ട് വറുത്തിടും. നന്നായി ഇളക്കിയിട്ടുണ്ട്. ഇനി വറുത്തിടാം കേട്ടോ. അപ്പോൾ കടുക്, കടലപ്പരിപ്പ്, കറിവേപ്പില നന്നായി കടലപ്പരിപ്പ് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമ്മൾ എടുത്തിട്ട് നമ്മുടെ ചട്നിയിലേക്ക് ഒഴിക്കും. ഓക്കെ, എന്നിട്ട് ഇഡ്ഡലിയുടെ കൂടെ സെർവ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇഡ്ഡലി ആൻഡ് പാലക്കാടൻ പച്ചമുളക് ചമ്മന്തി. പച്ചമുളക് ചമ്മന്തി വേറൊരു ടൈപ്പും കൂടി ഉണ്ട് കേട്ടോ, അതും കാണിച്ചു തരാം. അടിപൊളി പറഞ്ഞാലും
സൂപ്പർ സോഫ്റ്റ് ഇഡ്ഡലി ആൻഡ് ദിസ് കോമ്പിനേഷൻ ഇസ് ഡെഡ്ലി. നല്ല എരിവ്, നല്ല ഒരു ഫീലാണ്. എന്തായാലും ഉണ്ടാക്കി വെക്കൂ കേട്ടോ.